ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീടൊക്കെ ഒന്ന് കുറേ ദിവസം വയ്യാതെയൊക്കെ കിടന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ മാസക്കുളി കഴിയുമ്പോഴത്തേക്ക് ആണ് വീട് ഒന്ന് മൊത്തത്തിൽ എല്ലാ മാസവും വൃത്തിയാക്കുന്നത്. കർക്കിടകത്തിൽ ഇത്തവണ അധികം വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഓണത്തിന് മുമ്പ്, അതായത് ചേട്ടൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം കൂടെ 20-ാം തീയതിയാണ്. അപ്പോൾ അതും ഓണവും കൂടെയൊക്കെ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് മൊത്തത്തിലൊരു വൃത്തിയാക്കൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ മക്കൾ സ്കൂളിൽ പോയി, ചേട്ടനും എല്ലാവരും പോയതിന് ശേഷം ഞാൻ വീടൊന്ന് കഴുകുന്ന വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വീടൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി. 4 ബെഡ്റൂമുണ്ട് കേട്ടോ. ഒരു ബെഡ്റൂമിൽ നമ്മൾ അത്യാവശ്യം തുണിയും കാര്യങ്ങളും എല്ലാം ഇട്ടിരിക്കുന്നത് കൊണ്ട് ബാക്കിയെല്ലാം റൂമും കഴുകി ഇറക്കി. എന്നാലും അതും കഴുകി ഇറക്കും, പക്ഷെ അത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ അവിടെ ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ കുറച്ച് ദിവസം വയ്യാതായി കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ആകെ ഒരു കോലം കെട്ട അവസ്ഥയാണ് കേട്ടോ. ഞാൻ കുറേ ദിവസം 10-20 ദിവസത്തോളം എനിക്ക് സുഖമില്ലായിരുന്നു, ചേട്ടയ്ക്കും വയ്യായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള കഴുകി ഇറക്കലും ഉണ്ടായിരുന്നു കേട്ടോ. വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ വീട് കഴുകി ഇറക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എല്ലാ മാസക്കുളി കഴിയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വീട് കഴുകി ഇറക്കാറുണ്ട് കേട്ടോ. നമുക്കതിനുള്ള ഓവും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നതുകൊണ്ട് കഴുകി ഇറക്കും. സർപ്പിട്ടോ ഷാമ്പൂ ഇട്ടോ, ഇപ്പോൾ സർപ്പിട്ടാണ് കേട്ടോ കഴുകി ഇറക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓണത്തിൻ്റെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഇതൊന്ന് കഴുകി ഇറക്കാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കഴുകിയൊക്കെ ഇറക്കി ഒക്കെ ചെയ്യുന്നതാണോ? നിങ്ങളെന്തായാലും കമൻറ്റിലൂടെ നിങ്ങളെ വിവരങ്ങളൊക്കെ പറയൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ അതും പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്കൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഒറ്റയ്ക്ക് എടുക്കണോണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഭാഗം രാത്രിയിലാണ് കേട്ടോ. അടുക്കളയും വെളിയിൽ വേറൊരു അടുക്കളയുണ്ട്, ഇത് നമ്മളെ വാടക വീടാണ്. അപ്പോൾ ആ അടുക്കളയും കൂടെ ഞാൻ രാത്രിയിലാണ് സത്യം പറഞ്ഞാൽ കഴുകി ഇറക്കിയത്. കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ പോയി അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ആകെ ഞാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് ആസ്മയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഭയങ്കരമായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല, കുറച്ചൊക്കെ ഉണങ്ങിയ ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. വെള്ളമൊക്കെ നിൽപ്പുണ്ട്, അത് ഞാൻ ഇനിയിപ്പോൾ മോപ്പ് കൊണ്ട് തുടച്ച് ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പറയുക. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ, വീടൊക്കെ കഴുകി ഇറക്കാറുണ്ടോ? അപ്പോൾ എന്തെന്ന് വെച്ചാലും എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.